ഹായ് ഹലോ. അപ്പോഴേ കണ്ണൻകുട്ടീനെയും കൊണ്ട് ഞാൻ പുറത്ത് പോകുന്ന വീഡിയോസൊക്കെ ഇടുമ്പോഴേ എൻ്റെ അടുത്ത് പലരും വന്ന് ചോദിക്കാറുണ്ട് കേട്ടോ, കണ്ണനെയും കൊണ്ട് പുറത്ത് പോയി കഴിഞ്ഞാൽ ഫുഡ് കൊടുക്കാനൊക്കെ ബുദ്ധിമുട്ടാണോ, അവനതൊക്കെ ആയിട്ട് അഡ്ജസ്റ്റ് ചെയ്ത് പോവുമോ എന്നൊക്കെ. അവന് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ പുറത്ത് പോകാമെന്ന് വെച്ച് കഴിഞ്ഞാൽ. പുറത്ത് പോയിട്ട് ഭക്ഷണം കൊടുക്കാമെന്ന് പറഞ്ഞാൽ ചിലപ്പോൾ ഹോട്ടലിൽ നിന്ന് ഭക്ഷണം കൊടുക്കുന്നതൊക്കെ അധികം നമ്മൾ വീട്ടിൽ കൊടുക്കുന്നത് പോലെ ചിലപ്പോൾ കൊടുക്കാനൊന്നും പറ്റില്ല. പക്ഷേ എങ്ങോട്ട് പോകുമ്പോഴും അവനുള്ള ഭക്ഷണമൊക്കെ ഞാൻ കയ്യിൽ വെച്ചിട്ടാണ് പോകാറുള്ളത്. പിന്നെ നമ്മളിങ്ങനെ ചായ കുടിക്കാനൊക്കെ ആയിട്ട് രാവിലെയൊക്കെ അങ്ങനെ എങ്ങനെയെങ്കിലും പോകുമ്പോൾ കയറുന്നത്. അപ്പോൾ ഞാൻ അപ്പവും ഇഡ്ഡലി അങ്ങനെയൊക്കെ വാങ്ങിയിട്ട് ചെറുതായിട്ട് പഞ്ചസാരയൊക്കെ മുക്കി അങ്ങനെയൊക്കെ കൊടുക്കും. പഞ്ചസാര കൊടുക്കുന്നത് അത്ര നല്ലതൊന്നുമല്ല, പക്ഷെ പുറത്ത് പോകുമ്പോൾ നമുക്ക് അതേ നിവർത്തിയുള്ളൂ. വീട്ടിലാകുമ്പോൾ ഞാൻ ചിലപ്പോൾ ചട്നിയൊക്കെ ആണെങ്കിലും മുളകൊക്കെ ഇടാണ്ട് അവന് മാത്രം വേറെ, ആൾക്ക് എരിവ് തീരെ പറ്റില്ല. അപ്പോൾ പിന്നെ നമ്മൾ അത് കൊടുത്ത് വെറുതെ അവനെ വാശി പിടിപ്പിക്കുന്നതിൽ അർത്ഥമില്ലല്ലോ. ആൾക്ക് ഇഷ്ടമുള്ള ഭക്ഷണങ്ങൾ കൊടുത്ത് അവനെ ഹാപ്പി ആക്കി വയ്ക്കുക എന്നുള്ളതാണല്ലോ. അപ്പോൾ പുറത്ത് പോവുക അതൊക്കെ ആൾക്ക് ഭയങ്കര ഇഷ്ടമാണ്. പിന്നെ ഞാൻ വീട്ടിൽ നിന്ന് ഭക്ഷണം ഉണ്ടാക്കി കൊണ്ടുപോകുന്നതും അത്രയ്ക്ക് ഇഷ്ടമുള്ള കാര്യമൊന്നുമല്ല കേട്ടോ. എനിക്ക് തോന്നുന്നു അവൻ ചിന്തിക്കുന്നത് വീട്ടിലോ അമ്മ എപ്പോഴും കുറുക്ക്, ചോറ്, പഴം അങ്ങനെ അവൻ്റേതായിട്ടുള്ള കുഞ്ഞുണ്ണികൾക്ക് കൊടുക്കുന്നത് പോലെയുള്ള ഫുഡുകളൊക്കെ തന്നെയാണ് ഞാൻ അവന് കൊടുക്കാറുള്ളത്. നമ്മൾ കഴിക്കുന്നത് പോലെ ചോറും കറിയും അങ്ങനെ കഴിക്കില്ലേ അവൻ. ചോറ് കഴിക്കും കേട്ടോ, പക്ഷേ ഒന്നെങ്കിൽ മുട്ട അല്ലെങ്കിൽ പപ്പടം അങ്ങനെയൊക്കെ ആയിട്ടാണ് അവൻ കഴിക്കാറുള്ളത്. അപ്പോൾ ഈ വക സാധനങ്ങളൊക്കെ ഞാൻ പാക്ക് ചെയ്ത് പിടിക്കുമ്പോഴേ ചിലപ്പോൾ കണ്ണം വിചാരിക്കുന്നുണ്ടോ, വീട്ടിലോ ഈ അമ്മനെ കൊണ്ട് തോറ്റു, ഇതൊക്കെ തന്നെയാണ് തരുന്നത്, എങ്ങടെയെങ്കിലും പോകുമ്പോഴും ഈ അമ്മ ഒക്കെ പാക്ക് ചെയ്ത് പിടിക്കുകയാണോ എന്നൊക്കെ ആയിരിക്കും അവൻ വിചാരിക്കുന്നുണ്ടാവുക. അതുകൊണ്ട് ഹോട്ടലിൽ കയറിയിട്ട് നമ്മളുടെ മറ്റേ പതിമുഖത്തിൻ്റെ വെള്ളമൊക്കെ ഉണ്ടല്ലോ, അപ്പോൾ ചുവപ്പ കളറിലായിരിക്കുമല്ലോ, അതൊക്കെ ഗ്ലാസ്സിൽ കാണുമ്പോഴേ ആൾ നല്ല മിടുക്കനായിട്ടൊക്കെ അത് കുടിക്കാറൊക്കെ ഉണ്ട് കേട്ടോ. അവനതൊക്കെ പുതിയ അനുഭവങ്ങളാണേ.